എല്ലാ രാത്രിയിലും ഭൂമിയിലുള്ള എല്ലാ ആളുകളും ഒരു അബോധാവസ്ഥയിലോട്ട് പോകാറുണ്ട്. ഈ അബോധാവസ്ഥയാണ് ശരിക്കും ഉറക്കമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കമെന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പീഡ് കുറയും, നമ്മുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ സ്പീഡ് കുറയും, നമ്മുടെ മസിൽസ് എല്ലാം അഴിയും. അതുപോലെ തന്നെ നമ്മൾ അന്ന് കണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിലോട്ട് സ്ട്രോങ് ആവും. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പല കേടുപാടുകൾ ഉണ്ടായി കാണും. അതിനെല്ലാം റിപ്പയർ ചെയ്യുന്ന ഈ സമയത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന ഈ ഒരു സമയത്താണ്. അങ്ങനെ പല തരത്തിലുള്ള റിയാക്ഷനാണ് ഈ ഉറക്ക സമയത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഉറക്കം നമ്മുടെ മനസ്സിനും അതുപോലെ ശരീരത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയാനുള്ള കാരണം. ഒരു മനുഷ്യൻ ശരിക്കും അവരുടെ 1/3 ഓഫ് ദി ലൈഫ് ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ഏകദേശം 1/3 ഭാഗം ഒരു വ്യക്തി ഉറങ്ങുകയാണ് അവരുടെ ജീവിതത്തിൽ. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം. നമ്മൾ ഉറങ്ങാതിരുന്നാൽ പല തരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതായത് 17,000 ആളുകളിൽ നടത്തിയ ഒരു പഠനം റിപ്പോർട്ട് ഈയിടയ്ക്ക് വരികയുണ്ടായി. വളരെ എക്സ്റ്റെൻസീവായിട്ട് നടത്തിയ പഠനമാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞത് കൃത്യമായി ഉറങ്ങാത്ത ആളുകളിൽ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, മെറ്റബോളിക് ഡിസീസ്, പൊണ്ണത്തടി, പിന്നെ അതുപോലെ തന്നെ പല അസുഖങ്ങളും ഉണ്ടാകാൻ വളരെ കോമൺ ആണ് നമ്മൾ ഉറങ്ങാത്ത വ്യക്തികളിൽ. അതേസമയത്ത് കൃത്യമായി ഉറങ്ങി മനസ്സിന് റെസ്റ്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് അവരുടെ പ്രായം അമിതമായി കൂടാത്ത രീതിയിൽ കാണുന്നുണ്ട്. അതായത് വളരെ അഡ്വാൻസ് ഏജിങ്ങിലോട്ട് പോകാതെ പ്രായത്തിനനുസരിച്ച് മാത്രം ഏജിങ് വരുന്ന രീതിയിൽ. ചില ആളുകൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാർദ്ധക്യമാവുന്നത് പോലെ അവരുടെ തൊലി മാറാറുണ്ട്. അതുപോലെ തന്നെ അൽഷീമേഴ്സ് ഡിസീസൊക്കെ കൂടുതലും കാണുന്നത് ഉറങ്ങാത്ത ആളുകളിലാണ്. ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉറങ്ങാനുള്ള ഒരു മാർഗ്ഗം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. അതായത് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും കേട്ടുകൊണ്ട് കിടക്കുക. ഞാൻ എപ്പോഴും വളരെ തിരക്കുള്ള സമയത്തൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് പിറ്റേ ദിവസത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ആലോചിച്ച് കിടക്കുന്ന സമയത്ത് ഉറക്കം വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടമുള്ളത് കേട്ടുകൊണ്ട് കിടക്കും. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്തയും കാണില്ല. ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കും. വിത്തിൻ ഫ്യൂ മിനിറ്റ്സിനകത്ത് നമ്മൾ ഉറങ്ങിപ്പോകും. ഈ ഒരു വളരെ ഫലപ്രദമായ ഒരു ടെക്നിക്കാണ്. എനിക്ക് തോന്നുന്നു 3-4 വർഷം മുമ്പ് ഇത് വീഡിയോ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു മില്യൺസ് ഓഫ് ആളുകൾ കാണുകയും അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന കമൻറ്റ്സ് വളരെ സക്സസ്ഫുൾ ആണ്. പല ആളുകളും ഇത് ഫോളോ ചെയ്ത് അവരുടെ ഗുളിക പോലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് ആ കമൻറ്റ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്.